നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പലരും പരീക്ഷിച്ചു വരുന്ന വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മുണ്ടേരി പഞ്ചായത്ത് 11-ാം വാർഡ് കാഞ്ഞിരോട് തലമുണ്ടയിലെ ബൈജു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് 12 സെന്റ് സ്ഥലത്ത് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി ബൈജു ചെയ്തത്. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 38 വർഷത്തോളം പല രാജ്യങ്ങളിലായി ജോലി സംബന്ധമായി പ്രവാസ ജീവിതം നയിച്ച ബൈജു അൾജീരിയയിൽ നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജറായി വിരമിച്ച് നാട്ടിൽ വരുമ്പോൾ വ്യക്തമായ കൃഷിമോഹവും ബൈജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അധ്യാപകനായ അച്ഛൻ നല്ലൊരു കർഷകനും കൂടിയായിരുന്നു. അത് കണ്ടാണ് കൃഷിയോടുള്ള താല്പര്യം ബൈജുവിനും തോന്നിയത്. വീടിനോട് ചേർന്ന് കാടുമൂടിയ സ്ഥലം വെട്ടിത്തെളിയിച്ച് കൃഷിയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് പന്നിശല്യം ഒഴിവാക്കാൻ ഫെൻസിങ്ങും ചുറ്റും മതിലും കെട്ടി ജലസേചനത്തിനായി പഴയ കിണർ വൃത്തിയാക്കി പമ്പ് സെറ്റും വാട്ടർ ടാങ്കും ഡ്രിപ്പ് സൗകര്യവും ഏർപ്പെടുത്തി. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 4 ഇഞ്ച് വ്യാസമുള്ള 2.5 മീറ്റർ PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് കമ്പി കയറ്റി മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് കുരുമുളക് തൈകൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്ത് നടുകയാണ് ആദ്യപടി ചെയ്തത്. തൈകൾ വളരുന്നതനുസരിച്ച് പൈപ്പ് നീട്ടിക്കൊടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നിൽക്കുന്ന പറമ്പത്ത് ഞാനൊരു 10-12 സെൻറ്റ് സ്ഥലത്ത് എല്ലാം മരങ്ങളും ആവശ്യമില്ലാത്ത പാഴ്മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ എൻ്റെ വേരും റൂട്ടും കാര്യങ്ങളൊക്കെ പിഴുതെറിഞ്ഞതിന് ശേഷം ഇവിടെ JCB വെച്ചിട്ട് മണ്ണ് കാര്യങ്ങളെല്ലാം മുഴുവൻ ഇളക്കിയിട്ട്, അപ്പോൾ ഇവിടെ പന്നീൻ്റെ ശല്യം, കുറുക്കൻ്റെ ശല്യങ്ങൾ കാരണം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചുറ്റോട്ട് ഫെൻസിട്ട് ഒരു ഭാഗത്ത് മതിൽ കെട്ടി. ഇവിടെ ഒരു പഴയൊരു കിണറുണ്ടായിരുന്നു, അതൊന്ന് റിനോവേറ്റ് ചെയ്ത് അതൊരു റിങ്ങൊക്കെ ഇട്ടിട്ട് സ്ഥിരമായിട്ട് വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് അതിനനുബന്ധിച്ചിട്ട് തന്നെ ഒരു വാട്ടർ ടാങ്കും ഒരു സ്ട്രക്ചറിൽ നമ്മളുടെ വാട്ടർ ടാങ്കും ആക്കി. അപ്പോൾ വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഫെൻസ് ഇതെല്ലാം പ്രൊട്ടക്ഷനൊക്കെ ആദ്യം എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. യൂട്യൂബിൻ്റെ അകത്തുനിന്നും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് ചാഞ്ഞത്. എനിക്ക് അല്ലാതെ വീട്ടിൽ കരേക്കാലിലും മരത്തിൻ്റെ മുകളിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടും കുരുമുളക് ഉണ്ട്, നമുക്ക് അത്യാവശ്യം മോശമുള്ള വീട്ടാവശ്യത്തിനും കുറച്ചൊക്കെ വിൽപ്പനക്കൊക്കെ വീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷി യൂട്യൂബിൻ്റെ അകത്ത് കൂടെ എല്ലാം കണ്ട് വളരെ ആദായം കിട്ടും എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ഒരു കുരുമുളക് PVC പൈപ്പിൻ്റെ മുകളിൽ പടർന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തത്. കുരുമുളക് കൃഷിയുടെ കൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളായ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, പയർ, കാബേജ്, കോളിഫ്ലവർ, താലോരി, കയ്പ, അൾജീരിയൻ സ്വീറ്റ്, വാട്ടർമെലൺ കൂടാതെ കവുങ്ങ്, വാഴ തുടങ്ങിയവയും ഇടവിളയായി കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ കൃഷിത്തോട്ടത്തിലിറങ്ങിയാൽ വൈകുന്നേരമേ വിശ്രമമുള്ളൂ. സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്നുമുള്ള ഒരു ഫലം കിട്ടുമ്പോഴുള്ള മാനസികമായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ബൈജു പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ഷൈനയുടെ പൂർണ്ണ പിന്തുണയും ബൈജുവിനുണ്ട്. 2 പെൺമക്കളിൽ മൂത്ത മകൾ ഐശ്വര്യ, ഭർത്താവ് വിഷ്ണുവും UK-യിലും, രണ്ടാമത്തെ മകൾ അപ്സര നെതർലാൻഡിൽ സിവിൽ എഞ്ചിനീയേഴ്സ് മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ്.